ഹായ് ഹലോ നമസ്കാരം. ഒരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും അതായത് ഹസ്ബൻഡും മക്കളെല്ലാവരും കൂടിയിട്ട് പാർക്കിലേക്ക് പോയി. അവരിപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ ഡെയിലി ഈവനിങ് ആകുമ്പോഴത്തേക്ക് പാർക്കിലേക്ക് പോകും. ഞാനും പോകാറുണ്ട്. ഇന്ന് പക്ഷെ എനിക്കൊരു ഇത്തിരി ജോലിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഈവനിങ് ഒന്ന് വിളക്ക് വെക്കുന്നതിന് മുന്നേ അടിച്ചു വാരി വൃത്തിയാക്കി ഇടും. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അതിൻ്റെ ഇടയിലാണ് ഓർത്തത് കിച്ചണിൽ എൻ്റെ ഫെയറി ലൈറ്റ് കേട് വന്നു. അപ്പോൾ പിന്നെ റൂമിൽ 2 ഉണ്ട്, ഒരു ഗ്രീനും ഒരു ബ്രൈറ്റ് യെല്ലോയും കൂടിയിട്ട്. അപ്പോൾ ഈ ബ്രൈറ്റ് യെല്ലോയിൽ ഈ ഫോട്ടോ ക്ലിപ്പും കൂടി ഉള്ളതാണ്. അപ്പോൾ ഞാൻ കരുതി ആ ക്ലിപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് ആ ലൈറ്റ് ഒന്ന് കിച്ചണിലേക്ക് ഇടാന്ന്, ഗ്രീൻ ലൈറ്റ് ബെഡ്റൂമിലിടാന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് അത്യാവശ്യം പണികളുള്ളതാണ്. കാരണം ഈ ക്ലിപ്പ് ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് അതൊന്ന് ആ ഒട്ടിപ്പിടിക്കുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ വീഴുകയാണെങ്കിൽ പിന്നെ അത് അങ്ങോട്ടേക്ക് നിൽക്കില്ല, അത് വീണോണ്ടിരിക്കും. അപ്പോൾ കുറച്ച് ക്ലിപ്പ് ഓൾറെഡി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ബാക്കിയുള്ള ക്ലിപ്പുകളും എടുക്കാൻ പറ്റുമെന്ന് കരുതി. പക്ഷേ ബാക്കിയുള്ള ക്ലിപ്പുകളൊക്കെ ഓൾറെഡി അവിടെ ആ ലൈറ്റുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്ലിപ്പുകൾ മാറ്റി, കുറച്ച് ക്ലിപ്പുകൾ അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിന്ന് ഇനി ഗ്രീൻ ലൈറ്റിലേക്ക് മാറ്റി മറ്റേ യെല്ലോ ലൈറ്റ് എടുത്തിട്ട് കിച്ചണിലേക്ക് ഇടണം. കിച്ചണിൽ എനിക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തന്നെ വേണം ലൈറ്റ്. വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്കൊരു പോസിറ്റീവ് വൈബ് എപ്പോഴും എനിക്ക് കിട്ടുന്നത് എൻ്റെ കിച്ചൺ തന്നെയാണ്. എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ ഈ കുറേ റീൽസിലൊക്കെ കാണില്ലേ, നമ്മുടെ വീട്ടിൽ നിന്നായാലും അല്ലെങ്കിൽ ഇപ്പം മദറിനുള്ള അവരുടെ വീട്ടിൽ നിന്നൊക്കെ ആയാലും തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ, അതിപ്പം റെൻറ്റഡ് ആയിക്കോട്ടെ ഹോം ആയിക്കോട്ടെ, എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു കിച്ചണിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് ഭയങ്കര ഒരു ആശ്വാസം തരുന്ന ഒരു കാര്യമാണത്. അപ്പോൾ എനിക്ക് എൻ്റെ കിച്ചൺ നല്ല മനോഹരമായിട്ട് എന്നും ബ്രൈറ്റായിട്ട് നല്ല ഭംഗിയിൽ കാണണം. ആര് വന്നു കഴിഞ്ഞാലും അടിപൊളി കിച്ചണാണെന്ന് പറയുന്ന രീതിയിലാവണം. എൻ്റെ കിച്ചണിൻ്റെ സ്പേസ് വളരെ കുറവാണ്. ഈ വീടിൻ്റെ, അതായത് ഇപ്പം നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര സ്പേസ് കുറവാണ്. അപ്പോൾ എനിക്ക് ആ കിട്ടുന്ന സ്പേസിൽ ഞാൻ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു മിനി കേക്ക് ഉണ്ടാക്കണം. എനിക്ക് ചോക്ലേറ്റ് കേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറേ മുന്നേ, അതായത് അമ്പിക്കൂട്ടൻ്റെ കുഞ്ഞിൽ എന്ന് പറയുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് കേക്ക്സും ബ്രൗണീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അവനിപ്പോൾ വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ പാപ്പൂട്ടൻ ജനിച്ചതിന് ശേഷം ഞാൻ ഈ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. എനിക്കെന്തോ ഒരു എക്സ്ട്രാ പണി ചെയ്യുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് പാപ്പൂട്ടൻ ഉണ്ടായതിന് ശേഷം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത്, അതായത് 4 വർഷത്തിന് ശേഷം. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. എളുപ്പമാണ്, ഒന്നുമില്ല പണി. കാര്യമായിട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് അതിൻ്റെ അകത്ത് തന്നെ ഒരു മുട്ട മാത്രം ചേർത്താൽ മതി. ഒരു മുട്ട, വാനില എസൻസ്, അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഇതിട്ടാ ചേർത്തേ ഇതൊക്കെ എടുത്ത് നന്നായിട്ട് അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബൗൾ, ഒട്ടും വെള്ളമില്ലാത്ത ഒരു ബൗളിലേക്ക് കുറച്ച് ഒരു കപ്പോളം, ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു ഗ്ലാസ്സോളം മൈദപ്പൊടി എടുക്കുക. ഒരു 1/4 കപ്പ്, അതായത് 2 ടേബിൾ സ്പൂൺ മാത്രം മതി കൊക്കോ പൗഡർ. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ അരിച്ചെടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേക്കിൽ. കാരണം നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കണോ അത്രത്തോളം സോഫ്റ്റ് ആവുന്ന ആ കേക്ക്. എനിക്ക് ആധികാരികമായി അറിയില്ല, എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. അപ്പം ഞാൻ 2-3 വട്ടമൊക്കെ അരിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ ഞാനൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്പിക്കുട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ കേക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ എക്സൈറ്റഡ് ആണ്, കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ മിക്സ് ഞാൻ ഇത് അരിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ആ ടൈമിൽ തന്നെ ഞാൻ കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രം, എനിക്ക് ബേക്കിംഗ് മോൾഡൊന്നുമില്ല, എനിക്ക് ഈ
ടിഫിൻ ബോക്സ് ഇല്ലേ, അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടറും തേച്ചു, കുറച്ച് മൈദപ്പൊടി തൂവി വിതറി സെറ്റാക്കി വെച്ചു, ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ ഈ പൊടികളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സ് ഇട്ട് കട്ട് ആൻഡ് ഫോൾഡിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയിൽ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് സെറ്റാവില്ല, നമ്മുടെ കേക്കിൻ്റെ ഷേപ്പ് ആവില്ല, നമ്മളെ കേക്കിൽ തുളയൊക്കെ വീഴും. അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡിൽ തന്നെ എല്ലാ കേക്ക് ബേക്കേഴ്സും പറയുന്നത് പോലെ കട്ട് ആൻഡ് ഫോൾഡിൽ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു 40 to 45 മിനിറ്റ്സ് ഒക്കെയാണ് ബേക്ക് ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ കുക്കറിൻ്റെ ഇതാണോ അല്ല, ഞാൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ് മുന്നേ, 20 മിനിറ്റോളം ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് 30 മിനിറ്റ്സ് വേണ്ടി വന്നിട്ടുള്ളൂ ഇത് ബേക്കാവാൻ വേണ്ടിയിട്ട്, കുക്കാവാൻ വേണ്ടിയിട്ട്. 30 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് അത് നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കട്ട് ആൻഡ് ഫോൾഡിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്മെല്ല് സൂപ്പർ സ്മെല്ലായിരുന്നു കേട്ടോ. കൊക്കോ പൗഡറിൻ്റെ സ്മെല്ലും കൂടെ വന്നപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു, വാനില എസെൻസിൻ്റെ. ഞാൻ വാനില എസെൻസ് എനിക്ക് തോന്നുന്നു കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ എനിക്ക് മുന്നിൽ നിന്ന കൊക്കോ പൗഡറിൻ്റെ സ്മെല്ലായിരുന്നു. അപ്പോൾ അത് ആ ഒരു വീഴുമ്പോഴും ആ ഒരു ഇതില്ലേ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വീഴുന്നൊരു, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ടേസ്റ്റും സൂപ്പറാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ ഇതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ടാപ്പിങ് മസ്റ്റാണ്. ടാപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടൂത്ത് പിക്കിനെ കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി വെച്ചാലും മതി. ടാപ്പിങ്ങും ടൂത്ത് പിക്കും എങ്ങനെ വെച്ചാൽ നിങ്ങളെ ഇഷ്ടം അനുസരിച്ചിട്ട്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഒരു സ്റ്റൗവിൽ വെച്ചിട്ട്, ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ്സാണ് ഞാൻ കുക്ക് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ വിളക്ക് വെച്ചതല്ലാതെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിട്ടില്ല. പ്രാർത്ഥന മസ്റ്റ്. പ്രാർത്ഥിച്ചു പോയിട്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ എന്നും കത്തിക്കണ പോലെ സാമ്പ്രാണി എടുത്ത് കത്തിച്ച് വെച്ചു. അതും എനിക്ക് മസ്റ്റാണ്. സാമ്പ്രാണി കത്തിച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തും 2 റൂംസിലും കിച്ചണിലും ദൈവത്തിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ ഹോളിലൊക്കെ ഞാൻ അതിൻ്റെ പുകയൊക്കെ ആക്കി കിച്ചണിൽ തന്നെ വെക്കും. കിച്ചണിൽ നല്ല സ്മെല്ല് കിട്ടണം എന്നാണ് എനിക്ക്. അപ്പോൾ എൻ്റെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആ ഒരു ചൂടോട് കൂടി തന്നെ ഞാൻ കമിഴ്ത്തി ഒരു പ്ലേറ്റിലേക്ക് വെച്ചപ്പോൾ തന്നെ വന്നു. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് കേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ എക്സൈറ്റഡ് ആയി. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു 1 ഫ്ലോപ്പ് ആവുന്നു. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്